അപ്പൊ ഗുഡ് മോർണിംഗ്. നിങ്ങളൊക്കെ ഏത് സ്ഥലത്തു നിന്നുള്ളവരാ? മലപ്പുറമാണ്. എല്ലാവരും മലപ്പുറം. എവിടെ പോവാ? ആഗ്ര, കാശ്മീരിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ടൂർ പോവാണോ? ടൂറ്. നിങ്ങൾ അവിടെ ഇപ്പം മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. അപ്പം അവിടെ ആരൊക്കെയായിരുന്നു സ്ഥാനാർത്ഥികളെ? സ്ഥാനാർത്ഥി ആരൊക്കെയായിരുന്നു? ഞങ്ങളെ മണ്ഡലത്തില് പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ, പിന്നെ വസീഫ്, പിന്നെ ഡോക്ടർ അബ്ദുൽസലാം BJP. ഇവരാണ് മെയിൻ സ്ഥാനാർത്ഥികൾ. BJP സ്ഥാനാർത്ഥി ഒരു വെറുതെ ഒരു സ്ഥാനാർത്ഥി നിലക്കാണ്. മറ്റേ രണ്ട് പാർട്ടികളാണ് മത്സരം. ഈ സ്ഥാനാർത്ഥികളെ നേരത്തെ പരിചയമുണ്ടോ? ഇവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഓർമ്മയുണ്ടോ? ടി ഫെമിലിയർ ആണ്, വസീഫിനെ അറിയില്ല. വസീഫ് ഒരു യുവ നേതാവാണ്. അങ്ങനെ പിന്നെ മലപ്പുറത്ത് അത്ര പ്രവർത്തന പരിചയം ഉണ്ടാവില്ല, കാരണം മലപ്പുറം കുറെ ആയിട്ട് UDFന്റെ ഭരണത്തിലാണുള്ളത്. ഈ പരിചയമുണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ അവരുടെ എന്തെങ്കിലും ഒരു പ്രവർത്തനം സമൂഹത്തിന് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷം MP ആയിട്ടോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന നിലയിലോ ചുമ്മാ സാധാരണക്കാരൻ എന്ന നിലയിലോ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ടി ഇതിനു മുമ്പ് നമ്മളെ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. വേറെ പൊന്നാനി മണ്ഡലത്തിലായിരുന്നു. അപ്പോൾ അവിടെ ചിലപ്പോൾ ഉണ്ടാവാം മൂപ്പരുടെ കോൺട്രിബ്യൂഷൻസ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റീലിലൊക്കെ മറ്റേ പാർലമെന്റിലുള്ള പ്രസംഗവും സ്പീച്ചൊക്കെ കാണാം, അത്രേ ഉള്ളൂ. വേറെ ഒരു മൂപ്പരായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു കോൺട്രിബ്യൂഷൻ എനിക്ക് പെട്ടെന്ന് എടുത്ത് ഓർക്കുന്നില്ല, ഒന്നും നമ്മളെ മണ്ഡലത്തിലില്ല. മറ്റ് സ്ഥാനാർത്ഥികളോ? മറ്റ് സ്ഥാനാർത്ഥികൾ ആരും ഇതുവരെ പിക്ചറിൽ ഇല്ലാത്ത ആൾക്കാരാ. അതായത് അവര് ഇതുവരെ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനത്തിൽ നിന്നവരോ അങ്ങനൊന്നും അല്ല. ഇപ്പൊ വസീഫ് എനിക്ക് തോന്നുന്നു DYFIന്റെ നേതൃത്വത്തിലൊക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു അർത്ഥത്തിലുള്ളൂ, അല്ലാതെ ഒരു നേതാവായിട്ട് ഒരു MP MLA അങ്ങനൊന്നും ആവാത്ത ആൾക്കാരല്ലേ. ഇതിന് മുമ്പ് MP ആയിട്ടുള്ള ടി മാത്രല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ അതിനകത്ത് കണക്കിലെടുത്തത്? അപ്പം എന്ത് പ്രതീക്ഷയിലാണ് ഇപ്പൊ ഈ സ്ഥാനാർത്ഥികളെ? നമുക്ക് ഒരാളെ മാത്രമേ നമുക്ക് എന്തെങ്കിലും അറിയത്തുള്ളൂ, മറ്റുള്ളവരൊക്കെ പുതുമുഖങ്ങളാണെന്ന് പറയുന്നു. അപ്പം എന്ത് കണക്കിലെടുത്താണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത്, വോട്ട് ചെയ്തത്? കഴിഞ്ഞല്ലോ വോട്ട്. ഇപ്രാവശ്യത്തെ കൺസിഡറേഷൻ ഒരേ ഒരു കാര്യമുള്ളൂ, അത് BJP എന്നുള്ള ഗവൺമെന്റിനെ പുറത്താക്കുക, ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒറ്റ കൺസേൺ പറഞ്ഞ കാര്യം. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ കാര്യം. അത് ഇറസ്പെക്റ്റീവ് ഓഫ് എന്ത് കാര്യങ്ങളും മറ്റു വെച്ചാല് അത് BJP ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തില്, ആ ഒരു ഒറ്റ ആഗ്രഹത്തില് അതിനെതിരെയുള്ള ഒരു ഇന്ത്യ മുന്നണിയെ പരമാവധി ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രം. ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ വോട്ട് ചെയ്യുക. അപ്പൊ അതിനെന്താണ് പ്രധാനപ്പെട്ട കാരണം? എന്താണ് BJP ഭരണത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തെ അതിൽ നിങ്ങൾ എന്താണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കണ്ടത്? അത് ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഇന്ത്യ മുന്നണി രൂപപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം ഒരുപാട് ബില്ലുകൾ, GST ബില്ല്, അതുപോലെ തന്നെ പാചകവാതകം, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ, ഇതിന്റെ വില വർധനവ്, പെട്രോള്, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ നിലനിൽക്കുമ്പോൾ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും ആഗ്രഹമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മുന്നണി രൂപപ്പെട്ടു വന്നത്. അതിന്റെ പിന്നിൽ അണിനിരക്കാനുള്ള കാരണം. അപ്പൊ ഇപ്പൊ നിലവിലുള്ള ഭരണഘടനയിൽ നിങ്ങൾ സംതൃപ്തരാണോ? ഭരണഘടനയിൽ സംതൃപ്തനാണ്, പക്ഷെ അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ. BJP ഭരണഘടനയെ സംബന്ധിച്ച് BJP നടത്തിയ എന്ത് നീക്കമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെടാതെ വന്നിരിക്കുന്നത്? ഒരുപാട് നീക്കങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രത്യക്ഷമായി വന്നതാണ്, നമുക്കറിയാം, പൗരത്വ ബില്ല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇത് തന്നെ മതിയല്ലോ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് നമുക്കതിന് പ്രതികൂലമായി നിൽക്കാൻ. അതായത് ആർട്ടിക്കിൾ 14 വയലേഷൻ ആണെന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും തുല്യത, മതങ്ങളുടെ പേരിൽ ജനങ്ങളെ വേർതിരിക്കുന്ന ഇതാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്. വേറെ എന്തെങ്കിലും ഭരണഘടന വിരുദ്ധമായിട്ടുള്ള നടപടികൾ
ഇനി പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ ഈ അടുത്ത അധികാരത്തിൽ വന്നാൽ BJP സർക്കാർ ഭരണഘടന എന്ത് ചെയ്യുമെന്നാണ് നിങ്ങളുടെ ഒരു തോന്നുന്നത്? ഈ ഇലക്ഷന്റെ മുമ്പ് ഉണ്ടായിരുന്ന പ്രചരണമാണ് ഇത് ഒരുപക്ഷെ അവസാനത്തെ ഇലക്ഷൻ ആയിരിക്കാം എന്നുള്ളത്. അത് തന്നെ മതിയാകുമല്ലോ. പിന്നെ ഒരുപാട് ബില്ലുകൾ നേരത്തെ വന്ന ഇപ്പൊ ഈ അടുത്ത് വന്ന കർഷക സമരങ്ങൾ ഇതെല്ലാം പറയുന്നത് ഈ ഗവൺമെന്റിന്റെ കുറവുകളായിട്ടാണ്. വൺ ഇന്ത്യ വൺ ഇലക്ഷൻ വരും, അത് കഴിഞ്ഞ് വൺ ഇന്ത്യ വൺ രാജാവ് ഒക്കെ വരും എന്നാണോ പറയുന്നത്? രേഖ, സിവിൽ കോഡ്, അങ്ങനൊക്കെ ഒരുപാട് സംഗതികള് അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടല്ലോ. അതൊക്കെ കുറച്ച് ഭരണഘടനാപരമായിട്ട് തന്നെ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇനി അടുത്ത ഒരു 5 വർഷം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി ഈ വിഷയങ്ങളിൽ എന്ത് നടപടി എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പം കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത് എന്താ, രാഹുൽ ഗാന്ധിയുടെ വല്യപ്പം വന്നാൽ പോലും ഈ പൗരത്വ നിയമം മാറ്റാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് എന്താണ് നിങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ ഭരണഘടനയെ മെച്ചപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യും, സംരക്ഷിക്കാൻ എന്ത് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതിനെ പറ്റി അവർക്ക് എത്രത്തോളം അമിത്ഷാ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് അവരുടെ കൗണ്ടർ എനിക്കറിയില്ല. അത് എത്രത്തോളം അതിന്റെ സാധ്യതകളാണ്, അങ്ങനെ അതിനെ പറ്റിയൊന്നും കൂടുതലായിട്ട് വിവരം എനിക്കില്ല, പറയുള്ളൂ. എത്രത്തോളം അവർക്ക് അത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ ഒരു സിസ്റ്റം എങ്ങനെയാണ് അതിന്റെ പോകുന്നത്, അതിന്റെ ഒരു സംഗതികൾ എനിക്കറിയില്ല. അല്ല, പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ വേറെ ഒരു നിയമം മാത്രമാണ്. അത് ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അടുത്ത നിയമം പാസ്സാക്കാം, പഴയ നിയമത്തിനെ റദ്ദ് ചെയ്യാം. അത് സർക്കാരിന് സാധിക്കാവുന്നുള്ളൂ. അപ്പൊ ഈ പറഞ്ഞതിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഏകദേശം 10 കൊല്ലത്തോളം ഈ ഗവൺമെന്റ് ഭരിച്ചു. അത് ഒരുപടി മുന്നോട്ട് വെക്കല്ലാതെ അതിൽ നിന്ന് പൗരത്വ ബില്ലിൽ നിന്ന് പിന്നോട്ട് അവർ വന്നിട്ടില്ല. ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മണിപ്പൂർ വിഷയങ്ങളാണെങ്കിലും എല്ലായിടത്തും വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് നേടുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ ഇവര് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ ഈ അടുത്ത ഇലക്ഷന്റെ മുന്നോടിയായിട്ട് പ്രധാനമന്ത്രി പങ്കുവച്ച അദ്ദേഹത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായി. ഇതൊക്കെ ഒരിക്കലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇതിനൊരു മാറ്റമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്നതും. അവർ വരുന്നതോടുകൂടി അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്, ഒന്നെങ്കിൽ BJP ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഇന്ത്യ മുന്നണി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ പൈസ എല്ലാം പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, ഒരു താലിമാല വരെ പിടിച്ചെടുക്കുമെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ടോ? അതാണ് പറഞ്ഞത്. നമ്മുടെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം നടക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും അതൊരു മുസ്ലിം ആയിക്കോട്ടെ, ഒരു ഹിന്ദു ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റേത് മതക്കാരനായിക്കോട്ടെ, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, ഇന്ത്യ എന്ന ഒരൊറ്റ നാനാത്വത്തിൽ ഏകത്വം എന്നാണ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു സംവിധാനത്തെ തന്നെ പാടെ അട്ടിമറിക്കുന്ന രൂപത്തിലായിരിക്കും സംഭവിക്കുക. അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഒരാളും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ആക്രമിക്കപ്പെടരുത്. എല്ലാവരും സമന്മാരായി ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ഒരുപോലെ തുല്യതയോടെ നീതിയോടുകൂടി ഉപയോഗപ്പെടുത്താനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇപ്പൊ അദാനിയുടെയും അംബാനിയുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊരു ആരോപണം വന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും കിട്ടിയതായിട്ട് അറിയാവോ? നമ്മളൊരു ഇപ്പൊ ഈ അടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകൾ വായിക്കുന്നുണ്ടായി. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ട്, അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളായിരിക്കാം. എന്തും പറഞ്ഞുകൊണ്ട് വോട്ട് നേടാം എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും സ്വീകരിച്ചു വരുന്ന നടപടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടോക്കൺ മാത്രമാണ് അതിനെ കണക്കാക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ ഒത്തിരി പൈസ വാങ്ങിയവരുടെ ലിസ്റ്റുകൾ വന്നല്ലോ. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ടത് ഇവര് അദാനി അംബാനി നേരിട്ട് BJPക്ക് കൊടുത്തിട്ടില്ലെങ്കിലും അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട കമ്പനികൾ വഴി ഒത്തിരി പൈസകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അതുപോലെ പക്ഷെ അതിനകത്ത് കോൺഗ്രസിന് കിട്ടിയത് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു കുറവ് ഇപ്പം നികത്തി എന്നാണ് ഇവർ പറയുന്നത്. അതിന്റെ വിഷയത്തിൽ എനിക്ക് അത്ര അറിയില്ല എന്താണ് അതിന്റെ സത്യാവസ്ഥ. ഇലക്ട്രോൺ ബോണ്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്ന കുറച്ച് ന്യൂസുകൾ വായിച്ച ഒരു ഓർമ്മയുള്ളൂ. ആർക്കൊക്കെ എത്ര കിട്ടി, എന്താണ് അതിന്റെ മറുവശങ്ങൾ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു 5 വർഷത്തേക്ക് നിങ്ങളുടെ എന്താണ് ഒരു പ്രതീക്ഷ? നിങ്ങളുടെ എന്താണ്, തൊഴിലില്ലായ്മയാണോ, വിലക്കയറ്റമാണോ, അതോ ഈ മതപരമായ പ്രശ്നങ്ങൾ? അപ്പോൾ അവർ പറയുന്നത് രാമക്ഷേത്രത്തിന് അവർ ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ ബാബറിയുടെ ലോക്ക് ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ലോക്ക് ഇടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ലോക്ക് ഇടാൻ സാധ്യത ഉണ്ടെന്നാണ് ചോദ്യം. അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതിനൊന്നും ഇനിയൊരു സാധ്യതയില്ല. ഇനി അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ് നമ്മുടെ ആഗ്രഹം. ഒരിക്കലും ആരെയും ഇത്തരത്തിൽ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള നീക്കങ്ങൾ ഏതൊരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്നതാണ് ആഗ്രഹം. രാജ്യവും രാജ്യത്തിന്റെ വികസനവും മാത്രമായിരിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ ക്ഷേമവും ആയിരിക്കണം. അത് മത, അതുപോലെ തന്നെ ജാതി, വർഗഭേദമന്യേ എല്ലാവർക്കും ഭരണഘടന ഉറപ്പാക്കുന്ന രീതിയിൽ അത് ലഭിക്കണം എന്നതാണ് ആഗ്രഹം. അതുപോലെ തന്നെ സംഭവിക്കണം എന്നാണ് ഇന്നും ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട്. ഓക്കെ, താങ്ക് യു.